നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഈക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലെ നിരുത്തരവാദ അവസര രാഷ്ട്രീയ നിലപാടിനെതിരെ പ്രതികരിക്കാനാണ് മത്സരമെന്ന് സംസ്ഥാന പ്രസിഡന്റ് നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ. വിദ്യാർത്ഥികൾ, കർഷകർ, ജീവനക്കാർ, തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗവും കേരളത്തിൽ ദുരിതമനുഭവിക്കുകയാണ്. സമത്വം, സാഹോദര്യം, സഹവർത്തിത്വം തുടങ്ങിയ ആശയങ്ങളിലാണ് EPE പ്രവർത്തിക്കുന്നതെന്നും നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2000 കോടി, 3000 കോടി, 4000 കോടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാമാങ്കം കൊച്ചി നടത്തി നിങ്ങളെല്ലാം കണ്ടു കാണും. ഗവൺമെന്റിന് ചെലവായത്, കേരളത്തിലെ ഖജനാവിന് ചെലവായത് 5 കോടി രൂപയാണ് ചെലവായത്. ഈ പാവപ്പെട്ടവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, യാതന അനുഭവിക്കുന്നതിന്റെ, ദുഃഖം അനുഭവിക്കുന്നതിന് ആലംബഹിതരായ, അവശരായ, ആർദ്രരായ ഈ പാവപ്പെട്ടവന്റെ വിയർപ്പിൽ നിന്നുണ്ടാക്കുന്ന പൈസയാണ് 5 കോടി കളഞ്ഞത്. എന്നിട്ട് ഏതെങ്കിലും ഒരു വ്യവസായം 1 രൂപയ്ക്കെങ്കിലും കേരളത്തിൽ നടത്താനും കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ നാടിന്റെ സ്ഥിതി വളരെ ദയനീയ അവസ്ഥയാണ്. നിങ്ങൾ മറ്റുള്ള ജില്ലയെ ഒന്നും എടുക്കട്ടെ, നിങ്ങളുടെ ഈ പാലക്കാട് ജില്ലയെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. AK ആന്റണി കേന്ദ്രത്തിൽ രാജ്യരക്ഷാ വകുപ്പ് കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ കേരളത്തിൽ ഒരു കോച്ച് ഫാക്ടറി അനുവദിച്ചായിരുന്നു, റെയിൽവേ കോച്ച് ഫാക്ടറി. അത് അവസാനം പറഞ്ഞുകൊണ്ടുവന്നത് പാലക്കാട് അത് അനുവദിക്കുമെന്ന് പറഞ്ഞു. ആ കോച്ച് ഫാക്ടറി യഥാർത്ഥത്തിൽ പാലക്കാട് അനുവദിച്ചിരുന്നു എങ്കിൽ ആയിരക്കണക്കിന് പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടും, പ്രത്യക്ഷമായി തൊഴിൽ കിട്ടും, പരോക്ഷമായി 10,000കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കോച്ച് ഫാക്ടറി ഈ പാലക്കാട്ട് കൊണ്ടുവന്നപ്പോൾ അന്നത്തെ കേന്ദ്രമന്ത്രിമാർ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് ഈ പാലക്കാട്ട് കിട്ടിയാണ്. വിദ്യാഭ്യാസവും തൊഴിലും തേടി എല്ലാ സമ്പത്തും വിറ്റ് അന്യദേശങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്കും യുവതകൾക്കും പോവേണ്ടി വരുന്നത് കേരളം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ്. 6 മാസം മുമ്പ് കൊച്ചിയിൽ 5 കോടി മുടക്കി വ്യവസായ സംരംഭ സമ്മേളനം നടത്തിയെങ്കിലും ഒരു വ്യവസായം പോലും കേരളത്തിൽ വന്നിട്ടില്ല. AK ആന്റണി കേന്ദ്രമന്ത്രിയായിരിക്കെ പാലക്കാടിന് അനുവദിച്ച കോച്ച് ഫാക്ടറി വരാതിരുന്നതിന് പിന്നിലും രാഷ്ട്രീയ സാമുദായിക താൽപര്യമായിരുന്നു. കോച്ച് ഫാക്ടറി വന്നിരുന്നെങ്കിൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭിക്കുമായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ ഒരു തരത്തിലുള്ള വികസനവും നടക്കുന്നില്ല. കേരളം മതമൗലികവാദികളുടെയും അവസരവാദ രാഷ്ട്രീയ നിലപാടിന്റെയും വിളനിലമായി. ഇതിനെതിരെ പ്രതികരിക്കുന്നതിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വോട്ട് നേടുകയും ചെയ്ത അനുഭവം കരുത്താണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഭാരവാഹികളായ ഷൈബ മുരളീദാസ്, EC സനീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.